പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ബീഹാറിലെ തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചു. ഇനിയിപ്പതേ കൃത്യം ഒരു മാസമേ ഉള്ളൂ ബീഹാറിൽ തിരഞ്ഞെടുപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഭരണ പ്രതിപക്ഷങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ മാനിച്ച് 3 ഘട്ടം എന്നുള്ളത് 2 ഘട്ടമായിട്ടൊക്കെ കുറിച്ചിട്ടുണ്ട്. 2 ഘട്ടമായിട്ടായിരിക്കും ബീഹാർ വിധി എഴുതുക. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സമഗ്ര മാറ്റമൊക്കെ വരുന്ന ഒരു തിരഞ്ഞെടുപ്പുമൊക്കെയാണ്. അപ്പം നമ്മൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്കല്ല പോകുന്നത്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളടക്കം സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ അന്തിമ വാദം നടക്കുന്ന ഒരു ദിവസമാണ്. വിഷയത്തിൽ കോടതി സ്വീകരിക്കുന്ന നിലപാട് തീർച്ചയായും നിർണായകമാകും. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് മുന്നണികളുടെ ഒക്കെ നീക്കം. സമഗ്രമായ വിവരങ്ങൾ നമുക്ക് ശരത് ലാലിനോട് ചോദിക്കാം. ശരത് ലാൽ ഉണ്ട് നമുക്കിപ്പം തത്സമയം. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഈ ബീഹാർ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പോലും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ SIRനെ അളവറ്റ് ന്യായീകരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഏറ്റവും സുതാര്യമായ കാര്യമെന്നൊക്കെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ വട്ടം ഈ കേസിൽ കോടതി എടുത്ത നിലപാട് എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ, എന്തെങ്കിലും ക്രമക്കേട് കണ്ടാൽ ഈ വോട്ടർ പട്ടിക തന്നെ റദ്ദാക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി സ്വീകരിക്കുന്ന നിലപാട് അത് ബീഹാറിനെ സംബന്ധിച്ച്, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചൊക്കെ അതീവ നിർണായകമായിരിക്കില്ലേ ശരത്ത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സേതുലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ ഇന്നത്തെ അന്തിമവാദത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. അല്ലെ, അന്തിമവാദത്തിൽ കോടതിയുടെ നിലപാട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സാധാരണ നിലക്ക് സുപ്രീം കോടതി ഇടപെടാറില്ല. പക്ഷേ ഈ SIR പ്രശ്നത്തിൽ സുപ്രീം കോടതി ഇടപെടുകയാണെങ്കിൽ അന്തിമ തെരഞ്ഞെടുപ്പ് വോട്ട് പട്ടിക തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് തെരഞ്ഞെടുപ്പ് കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ അതിൽ കോടതിയുടെ പരിഗണന വരുന്ന ദിവസത്തിന്റെ തലേ ദിവസം തന്നെ പത്രസമ്മേളനം നടത്തുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നൊരു ആരോപണം പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും കോടതിയെ സംബന്ധിച്ചോളം ഇന്ന് ഈ കേസിൽ എന്തായിരിക്കും നിലപാട് എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ SIRനെ സംബന്ധിച്ച് ഇനിയൊരു വാശിയായ ഒരു വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ സുപ്രീം കോടതിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോടതി ഇതിനെ എങ്ങനെ കാണുന്നു എന്നത് വളരെ നിർണായകമാണ്. നമ്മൾ ഇനി കാത്തിരിക്കേണ്ടി വരും ഇന്ന് കോടതിയുടെ നിലപാടറിയാൻ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി കൊളംബിയയിൽ നിന്ന് വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ തിരിച്ചെത്തും. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് മഹാഗഠബന്ധൻ ചർച്ചകൾ നടക്കുക, സീറ്റ് ചർച്ച. കഴിഞ്ഞ തവണ 70 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത്. എന്നാൽ കോൺഗ്രസിൻ്റെ 70 സീറ്റിൽ കൂടി 50 സീറ്റായി ചുരുങ്ങുമെന്നാണ് RJD പറയുന്നത്. കാരണം ബാക്കിയുള്ള 20 സീറ്റുകൾ കോൺഗ്രസ് നിന്നെടുത്ത് ഇടതുപക്ഷ കക്ഷികൾക്ക് കൊടുക്കുമെന്നാണ്. അല്ലെ, ഇതൊരു സഖ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷ കക്ഷികൾ കൂടെ വേണം. CPI ML, അതുപോലെ തന്നെ CPI CPM. കാരണം CPI-MLന് വളരെ സ്വാധീനമുള്ള മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും CPI-MLന് കുറച്ച് സീറ്റ് നൽകി ഇടതുപക്ഷ കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകി കഴിഞ്ഞാൽ NDA ഭരണത്തെ തടയിടാൻ കഴിയുമെന്നാണ് RJD നേതാവ് തേജസ്വി യാദവിൻ്റെ മനസ്സിലിരിപ്പ്. ഇത് തന്നെ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോടും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഉള്ള സീറ്റ് തന്നെ കുറക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ 70 സീറ്റ് മത്സരിച്ചിട്ടും വിജയസാധ്യത അതായത് 20% താഴെയാണ് എന്നാണ് വിജയസാധ്യത എന്നാണ് RJDയുടെ വാദം. ഏതായാലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുമെന്നാണ് AICC വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മഹാഗഠബന്ധൻ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകേണ്ടത്, വോട്ട് ചോറി യാത്രയിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ശ്രീലക്ഷ്മി വോട്ടധികാര യാത്രയിലാണ് രാഹുൽ ഗാന്ധിയെ തേജസ്വി യാദവ് പ്രഖ്യാപിക്കുന്നത്. പകരം തേജസ്വി യാദവിനെ RJDയുടെ മഹാഗഠബന്ധന്റെ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ശ്രീലക്ഷ്മി. ഏതായാലും നമുക്ക് വളരെ നിർണായകമാണ് ഇന്നത്തെ കൂടെ. തീർച്ചയായും വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ്. മാത്രമല്ല, ഇന്ന് കോടതിയിൽ നിന്നും വരുന്ന വിധിയും ഒക്കെ നിർണായകമായിരിക്കും. ശരത്ത്, നല്ല ഫ്രെയിം. ഇത് എവിടെയാ നിൽക്കുന്നേ? ഇത് ഇന്ത്യ ഗേറ്റിന്റെ തൊട്ട് പുറത്താണ്. രാഷ്ട്രപതി ഭവന്റെ ഇന്ത്യ ഗേറ്റിന്റെ ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ. നല്ല ഭംഗിയുണ്ട് ആ ഫ്രെയിം കാണാനേ. ഓക്കെ ശരത്ത്, ശരി. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ, എന്താ പറഞ്ഞേ?
അപ്പോൾ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിർണായകമാണ് സുപ്രീം കോടതി ഇന്നത്തെ ജനു. കാരണം കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ഡൽഹി കലാപത്തോടൊപ്പം അവർക്ക് ജയിലിലാണ്. ഡൽഹി ഹൈക്കോടതി അപ്പൊ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് കോടതിയിൽ നടക്കം ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ദിവസമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഈ ഹർജികളിൽ സുപ്രീം കോടതിയിൽ അന്തിമ വാദം നടക്കും എന്നുള്ളതാണ്. ശരത്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.